ഹലോ ഡിയർ ഫ്രണ്ട്സ്, കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉള്ളിത്തോരൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്രാവശ്യം നല്ല വലിയ കുഞ്ഞുള്ളി കിട്ടിയേ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ഈസി. എന്നാൽ പിന്നെ തോരനാക്കിയേക്കാന്ന് കരുതി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത കുഞ്ഞുള്ളി നല്ല തിൻ സ്ലൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. തോരൻ ചെയ്യാനായിട്ട് ഇതേപോലെ നീളത്തിൽ നല്ലതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണേ. ഇതൊരു 200 ഗ്രാംസ് കുഞ്ഞുള്ളി ഉണ്ട് കേട്ടോ. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ എണ്ണ പാനിൽ ചൂടാക്കാമേ. ഇതിന് വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. ചൂടെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. 1 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്ന മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫ്രഷ് കറി ലീവ്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യാമേ. എരിവിനായിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. 2 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഈ തോരന് മഞ്ഞൾ പൊടിയും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്നാലേ ഉള്ളിത്തോരൻ നല്ല വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും സ്കിപ്പ് ചെയ്യുന്നത്. ഇഞ്ചിയുടെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ടേ, നല്ലൊരു ഫ്രേഗ്രൻസും വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 പിടി ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാംസ് ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കേണ്ട, എന്നാലും റോസ്റ്റായി വരുമ്പോൾ നല്ല ഒരു ഫ്രേഗ്രൻസ് വരത്തില്ലേ, ആ പാകം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്കാണ് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ആഡ് ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് നീളത്തിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ, അതാണ് തോരന് നല്ലത്. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാമേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്തത് കൊണ്ട് വേഗം തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. ഇനി 1 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇത് സ്റ്റീം ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. പാൻ കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിക്ക് അത്യാവശ്യം വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ, അങ്ങനെ ഈ സ്റ്റീമിലിരുന്ന് തന്നെ നമുക്ക് കുഞ്ഞുള്ളി നല്ലതുപോലെ കുക്കായി കിട്ടും. ഇടയ്ക്കൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ. തേങ്ങയുടെയും എണ്ണയുടെയും എല്ലാം ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമേ. ഒരു സ്വല്പം കൂടെ കുക്കാവാനുണ്ട്, എന്നാലും ഉള്ളിയുടെ ക്രഞ്ചിനെസ് പോകാത്ത രീതിയിൽ പാകത്തിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് നോക്കിക്കേ, വെള്ളമെല്ലാം വറ്റിയിട്ട് സ്റ്റീമിനകത്തിരുന്ന് നല്ലതുപോലെ ഉള്ളി നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങളിങ്ങനെ ഉള്ളിത്തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. ഇതെൻ്റെ മദർ ചെയ്യുന്ന ഒരു രീതിയാണേ. എത്ര പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡിയായത്. നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വെച്ച് തോരൻ ചെയ്യുമല്ലേ, എന്നാൽ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതും നമുക്ക് ട്രൈ ചെയ്യാം. ശരിക്കും ഈസിയാണേ, അതേപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. തോരൻ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഞ്ചിയുടെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കുഞ്ഞുള്ളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇതിൽ ധാരാളം ഡയറ്ററി ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുമല്ലോ അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.